ദിസ് ഈസ് ഫോർ ഓൺലി ഓഫ് റോഡ് ഭ്രാന്തന്മാർ. ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണു, ചേട്ടാ മാറിക്കോ. മോൻ കമോൺ, ഫണ്ണ് എന്നൊക്കെ പറഞ്ഞു. ഇതെന്താ ടോയോ? ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ വിടണം അല്ലേ? ഹലോ, വെൽക്കം ബാക്ക് ടു പോക്കറ്റ്. അപ്പോൾ നമ്മളുടെ കൂടെ നിന്നുള്ള ഈ ഒരു പുൽച്ചാടി, യെസ്, കവാസാക്കിയുടെ ദി KLX 230. പുൽച്ചാടി എന്ന് പറയാനുള്ള എൻ്റെ കാരണം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും. ഈ ഒരു വണ്ടിയുടെ രൂപം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവനെ വേണമെന്നുണ്ടെങ്കിൽ പുൽച്ചാടിയെന്നോ കുതിരാന്നോ എന്തെന്ന് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചോ, ഇവനെ ഏറ്റെടുത്തോളൂ ആ പേരെല്ലാം. അത്രക്കും ഓഫ് റോഡിങ് പർപ്പസ് ആയിട്ടുള്ള ഒരു കിടുക്കാച്ചി വണ്ടി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്ന് ഇവൻ്റെ ഈ KLX 230യുടെ ഡീറ്റെയിൽ റിവ്യൂ നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് എങ്ങനെയുള്ളവർക്ക് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണ്, ആർക്കൊക്കെ പറ്റിയ വണ്ടിയാണെന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ, കുറച്ച് ഹൈറ്റ് കുറഞ്ഞവർ ഈ ഒരു KLX വണ്ടി കാണുന്നുണ്ട്, ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകണ്ട. അത് പറയാനുള്ളതിൻ്റെ കാരണം വേറെ ഉണ്ട്. കാരണം ഇത് നിങ്ങൾക്കും കൂടിയും സ്യൂട്ടായിട്ടുള്ളൊരു വണ്ടിയാണ്. ഈ ഒരു ഹൈറ്റ് കണ്ടിട്ട് അയ്യോ ഞങ്ങൾക്കിത് കാലെത്തില്ലല്ലോ, ഞങ്ങൾക്കിത് കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ടെൻഷനൊന്നും ഒരു ഹൈറ്റ് കുറഞ്ഞ വ്യക്തികൾക്കും വേണ്ട. കാരണം ഇത് എല്ലാവർക്കും സ്യൂട്ടാവും. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഇതിൻ്റെ സ്പെക് ഡീറ്റെയിൽസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ ഈ ഒരു വണ്ടിയുമൊക്കെ കയറിയിരിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കയറി ഇരുന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം പറയേണ്ടതാണ്. കാരണം അത്രക്കും ലൈറ്റ് വെയിറ്റ് ആണ്, അത്രക്കും ഫണ്ണാണ് ഈ ഒരു വണ്ടി. കയറി ഇരുന്ന് നോക്കുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ എഞ്ചിൻ്റെ സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 233cc സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് SOHC എയർ കൂൾഡ് എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അതോടുകൂടി തന്നെ ഇതിൻ്റെ പവറിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 സ്പീഡ് ഗിയർ ബോക്സോട് കൂടിയിട്ട് 19 bhpയും 19 Nm ടോർക്കുമാണ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു വണ്ടിക്ക് വേണ്ടാവുന്ന നല്ല രീതിക്കുള്ളൊരു പവറുണ്ട്, ടോർക്കും ഉണ്ട്. ഇപ്പോൾ വീലി അടിക്കാൻ അറിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അറിയാണ്ടാണെങ്കിൽ പോലും ഇതിൽ വീലി അടിച്ച് ഇങ്ങനെ പോണതായിരിക്കും. അത്രക്കും വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഫ്രണ്ടിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് നേരം ഈ ഒരു വണ്ടി ഭയങ്കര വെയിറ്റ്ലെസ് ആണെന്ന് പറയുന്നത്. യെസ്, ഇത് വെറും 139 kg മാത്രമാണ് നമുക്ക് ഈ ഒരു വണ്ടി വരണുള്ളൂ. അങ്ങനെ 139 kgയോട് കൂടി വരുന്ന ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ 880 mm ആണ് നമുക്ക് വരുന്നത്. അതായത് 880 mm സീറ്റ് ഹൈറ്റാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. വലിയ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ കുറച്ച് ഹൈറ്റ് കുറഞ്ഞവർ പേടിക്കാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഈസിയാണ്. ഈ ഒരു സീറ്റ് ഹൈറ്റ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈസി ആയിട്ട്, ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഈ ഒരു വണ്ടി നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. ഓഫ് റോഡ് പ്രാന്തന്മാർക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ 880 mm സീറ്റ് ഹൈറ്റോട് കൂടി വരുന്ന ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുകയാണെങ്കിൽ 255 mm ആണ് ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. നല്ല വലിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ നമുക്ക് വരുന്നുണ്ട്. ഒരുവിധപ്പെട്ട സ്പെക് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഓടിച്ചിട്ട് പറഞ്ഞിട്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഇതിൻ്റെ പുറത്ത് കയറിയിരുന്നു ഓടിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ, അതായത് ഇവൻ എത്രത്തോളം ഫണ്ണാണെന്നുള്ളതൊക്കെ ഞാൻ ഓടിച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു സസ്പെൻഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി സസ്പെൻഷനാണ് വരുന്നത്. ഇതൊരു ഇന്ത്യൻ വേർഷനാണ് വരുന്നത്. ഒന്നുകൂടി നല്ല സസ്പെൻഷൻ നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇന്ത്യൻ വേർഷൻ അല്ലാണ്ടുള്ള CKD വേർഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളി സസ്പെൻഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ സസ്പെൻഷൻ മോശം എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രൈസ് ഡിഫറൻസും ഉണ്ടാവും, സർവീസിൻ്റെ കോസ്റ്റിൽ ഡിഫറൻസ് വരും. ബട്ട് ലേബറിൽ യാതൊരുവിധ ഡിഫറൻസും വരില്ല. ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സർവീസിന് ഏകദേശം വന്നിട്ടുണ്ടായിരിക്കുക 4000 സംതിങ് എത്രണ്ട് രൂപയാണ് വന്നിട്ടുള്ളത്. അതിൽ പാർട്സിനല്ല, ലേബറാണ് ഏറ്റവും കൂടുതൽ വരുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഓണർ പറഞ്ഞത്. പിന്നെ ചില കാര്യങ്ങളോട് ചിലർക്ക് ഭയങ്കര ക്രേസ് ആയിരിക്കും. ആ ക്രേസിൽ ചിലർ കോസ്റ്റ് നോക്കാത്തവരുണ്ടായിരിക്കും. പക്ക ഓഫ് റോഡ് തലക്കടിച്ച് വട്ടായി നടക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റും നമുക്ക് ഈ ഒരു KLX 230നെ. അപ്പോൾ സസ്പെൻഷൻ്റെ സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 220 mm ട്രാവൽ വരുന്ന 37 mm ഒരു ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ വരുന്നത്. ബാക്ക് സൈഡിൽ ഇതേ ഒരു മോണോഷോക്ക് ലിങ്കേജ് ടൈപ്പ് മോണോഷോക്ക് സസ്പെൻഷനാണ് നമുക്ക് വന്നിരിക്കുന്നത്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് ഈ രണ്ട് സസ്പെൻഷനും. അതിനിപ്പോൾ CKD വേർഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി സോഫ്റ്റ് ആവണമായിരിക്കും. ബ്രേക്കിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിൽ 290 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ 230 mm ഡിസ്ക് ബ്രേക്കും. എന്തോ എക്സ്പൾസ് ആയിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ബ്രേക്കിങ്ങിൽ അത്രയ്ക്ക് കണ്ട് സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല. ഒന്നുകൂടിയും ബൈറ്റ് കൂടുതൽ എക്സ്പൾസിനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. കുറച്ച് കാര്യം കൂടി ഉണ്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിവിടെ തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ ഒരു സ്ലിം ആയിട്ടുള്ള ഒരു കുഞ്ഞ് സീറ്റ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതിന് ഒരേ ഒരു അർത്ഥം
ഉള്ളൂ. അതായത് ഈ ഒരു വണ്ടി ഒറ്റ ആൾക്ക് പോകാനുള്ള വണ്ടിയാണ്. നിങ്ങൾ 2 പേരൊക്കെ പിടിച്ച് കയറ്റിയിട്ട് ടൂർ അടിക്കാനൊന്നും ഈ ഒരു വണ്ടിയിൽ ചിന്തിക്കാനേ പാടില്ല. 2 പേരെന്നല്ല, ഒരാളാണെങ്കിൽ പോലും ഇതിൽ ടൂറിങ് കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ചധികം ബുദ്ധിമുട്ടെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത് പറയാനുള്ളതിൻ്റെ വേറൊരു റീസൺ എന്ന് പറയാനുണ്ടെങ്കിൽ ഇതേ ഫസ്റ്റ് ഈ കുഞ്ഞ് സീറ്റ്, ഈ ഒരു കുഞ്ഞ് സീറ്റ് ഇത്ര ഈ ഒരു സീറ്റിൽ നമ്മളുടെ നിതംബങ്ങൾ, ആരൊക്കെയോ പറഞ്ഞ പോലെ നമ്മളുടെ നിതംബങ്ങൾ എങ്ങനെ വെക്കാനാന്നുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാമെന്നുള്ളൂ. ദെൻ നമുക്ക് ഇവിടെ ഒരു വീട്ടിലൊക്കെ നമ്മൾ കറി വയ്ക്കാൻ പോണ പോലത്തെ ഒരു കുഞ്ഞി ചട്ടി പോലത്തെ ഒരു ടാങ്ക് നമുക്കിവിടെ കാണാൻ പറ്റും. 7.5 ലിറ്റർ കപ്പാസിറ്റി മാത്രം വരുന്ന ഒരു ടാങ്കാണ്. സോ ടൂറിങ്ങിന് നമുക്ക് കുറച്ചധികം ബുദ്ധിമുട്ടും ടൂറിങ് ചെയ്യുകയാണെങ്കിൽ. ദെൻ മൂന്നാമത് നമുക്കൊരു കാറിന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ വിങ്ഷീൽഡും കാര്യങ്ങളൊന്നും ഇല്ല. സോ നമ്മളെ കാറ്റ് പിടിച്ച് കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ എക്സ്പൾസിനെ പോലൊക്കെ തന്നെ ഒരു 120 ആണ് ഇതിൻ്റെ ഒരു മാക്സിമം സ്പീഡ് എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കൂട്ടിയും ഗുണിച്ചും ഹരിച്ചും നമുക്ക് ഈ സിക്വൽ ടു ആയിട്ട് നമുക്ക് പറയാം എന്തെന്ന്, ഇതൊരു ടൂറിംഗ് പർപ്പസ് വണ്ടിയേ അല്ല. പക്ക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓഫ് റോഡിങ് പ്രാന്തിന് പറ്റിയിട്ടുള്ള ഒരു വണ്ടി മാത്രമാണിത്. അപ്പോൾ അങ്ങനെയുള്ളവർ മാത്രം ഇതിലേക്ക് വരിക. ഓഫ് റോഡ് മൈൻഡുള്ളവർ മാത്രം ഇതിലേക്ക് കയറി വരിക. ഓക്കെ, ഇതേ നമുക്കിവിടെ അലുമിനിയത്തിൻ്റെ പോലൊക്കെ തോന്നിപ്പിക്കുന്ന ഒരു ഷാസിയൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഇത് ഇരുമ്പ് തന്നെയാണ്. ഇത് CKD വേർഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതേ ഈ ഒരു വെൽഡിങ്ങിലൊക്കെ കുറച്ചും കൂടി ക്വാളിറ്റി ഫീൽ ചെയ്യും നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് CKD വേർഷനിലേക്ക് ഇതേ ഈ ഒരു പോർഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കവാസാക്കിയുടെ ബാഡ്ജിലുള്ള കവറിംഗ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദെൻ CKD വേർഷനിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കിൽ വ്യത്യാസം വരുന്നുണ്ട്, ഹാൻഡിൽ വ്യത്യാസം വരുന്നുണ്ട്. ആ ഒരു ഹാൻഡിൽ ബാറിന് തന്നെ ഏകദേശം എൻ്റെ അടുത്ത് ഇതിൻ്റെ ഓണർ പറഞ്ഞ ഒരു 7,000 റുപ്പീസ് ആ ഒരു ഹാൻഡിൽ മാത്രം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത്രക്കും കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു വണ്ടിയാണ് നമ്മുടെ CKD വേർഷൻ എന്ന് പറയുകയാണെങ്കിൽ. ഇപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ഇപ്പം നമുക്കിതേ ഇവനെ മാത്രം നമുക്ക് കിട്ടാനുള്ളൂ. ഒയ്യോ, പറയാൻ വിട്ടുപോയൊരു വലിയ കാര്യമുണ്ട്. ഇതേ ഈ മുതൽ ഇവിടെ ഒരുത്തൻ്റെ തൊലി ഇരിക്കുന്നുണ്ടെന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത്. അപ്പോൾ ഡബിൾ വെക്കാനുള്ള വണ്ടിയല്ലാന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈവൻ നമുക്കിതിൽ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ മേലെ കൊത്തിപ്പിടിച്ച് കയറുമ്പോൾ ഇവിടെ കൂടുന്ന തൊലി തട്ടിയിട്ട് തൊലിയാകുമ്പോൾ കരിച്ചു വയ്ക്കാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേലേക്ക് കൊത്തിപ്പിടിച്ച് കയറുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, നമ്മളുടെ കാലുമലത്തെ തൊലി പോകാനുള്ള ചാൻസ് ഒരു 80% ചാൻസ് ഉണ്ട്. ഇത് അത്രക്കും ചുട്ടുപഴുത്തിരിക്കുകയായിരിക്കും. ഈ സാധനങ്ങൾ കൊണ്ടൊന്നും വലിയ ഉപകാരമൊന്നുമില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യോ കാലോ ഇവിടെയിലൊക്കെ തട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്കിത് ഇവിടെ ഒരു അടിപൊളി മൺകാടൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ ABS എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കവാസാക്കി, KLX അങ്ങനെ കുറച്ച് മിനിമലായിട്ടുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് മാത്രം. പക്ഷേ നല്ല വൃത്തി തോന്നിക്കുന്നുണ്ട്. വണ്ടിക്ക് ഓൾമോസ്റ്റ് ഭയങ്കര നല്ലൊരു ലുക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. പഴയ എക്സ്പൾസ് ആണോ KLX ആണോ എനിക്കൊന്നുകൂടി ഇഷ്ടപ്പെട്ട് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലുക്ക് കൊണ്ട് എനിക്ക് കവാസാക്കിയുടെ KLX ആണ് ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു പ്രത്യേകതരം ലുക്ക് തന്നെയാണ്, ഭയങ്കര സ്ലിമ്മാണ് കാണാനായിട്ട്. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് വണ്ടിയുടെ പുറത്ത് കയറി ഇരുന്നിട്ട് തന്നെ ആവാം. ഓടിച്ചുകൊണ്ട് ബാക്കി നമുക്ക് പറയാം. ഓക്കെ, വണ്ടി ഓൺ ചെയ്തു. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ടൈം കാണിക്കുന്നുണ്ട്. ഗിയർ ഞാൻ കാണിക്കണതായിട്ട് ഇതിൽ കണ്ടിട്ടില്ല. 2 സ്വിച്ചസ് വരുന്നുണ്ട്. ABS ഓണും ഓഫ് അങ്ങനത്തെ കുറച്ച് വാർണിംഗ് ലൈറ്റ്സ് മാത്രമാണ് ഇതിൽ വരുന്നത്. ദെൻ സ്പീഡോമീറ്റർ, നമുക്ക് സ്പീഡ് എത്രയാണെന്നുള്ളത് കാണിക്കും. അങ്ങനെ വളരെ ചുരുങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കുഞ്ഞു മീറ്ററിൽ കൊടുത്തിട്ടുള്ളൂ. ദെൻ നമുക്കിത് ഇവിടെ റൈറ്റ് സൈഡിൽ കീൽ സ്വിച്ച് കാണാം. ദെൻ ഇഗ്നീഷൻ. ദെൻ ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിം ബ്രൈറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ദെൻ ABS ഓണും ഓഫും ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് സ്വിച്ച് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആഫ്റ്റർ ദ ഇൻഡിക്കേറ്റേഴ്സ്. ദെൻ KLXൻ്റെ ഒരു ഹോൺ. ഓക്കെ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ ആവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ നല്ല രീതിക്കുള്ള പവർ തന്നെ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആൾ കൂളാണ് കേട്ടോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇതൊരു ഓഫ് റോഡ് പർപ്പസ് മാത്രമായിട്ടുള്ളൊരു വണ്ടിയാണ്. ഹൈവേയിൽ ഇതിൽ കയറിയിട്ട് അധികം കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു കുറച്ച് ഗട്ട് റോഡ് നമുക്ക് കിട്ടും. ഫസ്റ്റ് തന്നെ നമുക്ക് അതെടുത്തിട്ട് എൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ദിസ് ഈസ് ഫോർ ഓൺലി ഓഫ് റോഡ് ഭ്രാന്തന്മാർ. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണു, ചേട്ടാ മാറിക്കോ. Come on. ഫണ്ണ് എന്നൊക്കെ പറഞ്ഞു. ഇതെന്താ ടോയ് പോലെ തന്നെ ഉണ്ട് ഈ ഒരു സാധനം. അത്രക്കും ഫണ്ണായിട്ട് നമുക്കിത് കൊണ്ടു നടക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു സാധനത്തിനെ കൊണ്ടു നടക്കാം. നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ 139 kg മാത്രം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്ക് ഈസി ആയിട്ട് തോന്നിക്കുന്നത് ഈ ഒരു വണ്ടി. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ വിടണം അല്ലേ? ഓക്കെ, നമുക്ക് തിരിച്ചതേ വഴി തന്നെ ഒന്നുകൂടിയും പോവാം.
എത്ര വലിയ ഗുദാമി കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു വണ്ടി പോവും. പിന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ വരുന്ന ടയേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ പക്ക ഓഫ് റോഡ് ടയേഴ്സ് അല്ല നമുക്ക് ഇതിൽ സ്റ്റോക്ക് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി ഓഫ് റോഡിൽ പെർഫോമൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടയേഴ്സ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി സ്മൂത്ത് ആയിരിക്കണതായിരിക്കും. മഴക്കാലം ആയതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ചൂണ്ടലൊക്കെ പിടിച്ചിറങ്ങി. വാവ്, സത്യം പറയാലോ, ടു ബി ഹോണസ്റ്റ് ഒരു കുന്തും അറിഞ്ഞില്ല വന്നത്. അത്രക്കും ഈസി ആയിട്ടാണ് ഇത്. ഇപ്പോൾ കൂടി ഞാനത് ഒരു കയറ്റത്ത് നിൽക്കണു. ഈ ഇത്രയും വലിയൊരു ഹൈറ്റ് കൂടിയ വണ്ടീനെയാണ് ഞാൻ പിടിച്ച് നിർത്തിയേക്കണം എന്നുള്ളത് എനിക്കൊരു ഫീൽ ചെയ്യണില്ല. ഇതിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടായില്ല. നിങ്ങളത് വണ്ടി ഓടിച്ച് തന്നെ നോക്കണം. വണ്ടി ഓടിച്ച് നോക്കിയിട്ട് നിങ്ങൾ പറയണം ഇതെങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താണ് നമ്മളുടെ KLX 230യുടെ 19 bhpയും 19 Nm ടോക്കും എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നേരത്തെ പറഞ്ഞിരുന്നു ഒരുപാട് അങ്ങോട്ട് നമുക്ക് വാരിക്കോരി പവർ അല്ല തരണത്. ഒരു 110 120 ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മാക്സിമം ആയി. പിന്നെ ഇത് സ്ട്രെയിൻ ചെയ്യും. ഓൾമോസ്റ്റ് ഒരു 80-90 തന്നെ ഇത് സ്ട്രെയിൻ ചെയ്തിട്ടാണ് ഇത് പോണത്. പിന്നെ ഈ ഒരു വണ്ടിയിലേക്ക് വരുന്ന ആൾക്കാരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ പാർട്സ് കിട്ടുള്ളൂ. റെഡി ടു സ്റ്റോക്കായിട്ട് നമുക്കിത് അവൈലബിൾ അല്ല എന്നാണ് പറയണത്. അതും നമുക്ക് ഈ ഒരു വണ്ടി ഷോറൂമിൽ അവിടെ കൊണ്ടുപോയിട്ട് തന്നെയാണ് നമുക്ക് പണിയാനും പറ്റുള്ളൂ പുറത്തേക്ക്. അതായത് ഇതിൻ്റെ പാർട്സ് അവർ കൊറിയർ ത്രൂ അയച്ചു തരിക ഒന്നും ചെയ്യില്ല. നമ്മൾ അവിടെ പോയിട്ട് തന്നെ കളക്ട് ചെയ്യണം എന്നാണ് ഇതിൻ്റെ ഓണർ നമ്മളെടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് ക്ലാരിറ്റി വരുത്തിയിട്ട് മാത്രം ഈ ഒരു വണ്ടിയിലേക്ക് പോകാൻ നോക്കുക. ഇതിൻ്റെ ഗിയറിൻ്റെ സെക്ഷനിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ക്ലച്ച് എടുക്കാം. ക്ലച്ചിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലച്ച് കുറച്ച് ടൈറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ നമുക്ക് ട്രാഫിക്കിലൊക്കെ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ കൈ കടയാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ ഈ വണ്ടി മാത്രമാണോ അങ്ങനെയെന്ന് എനിക്കറിയില്ല. എനിവേ കുറച്ച് ടൈറ്റ് എനിക്ക് ക്ലച്ചിൽ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചധികം നേരം ഈ ഒരു വണ്ടിയും ഇരുന്ന് നമ്മൾ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സസ്പെൻഷൻ അടിപൊളിയാണെങ്കിൽ കൂടിയും ഈ ഒരു സീറ്റ് കുഞ്ഞതായതുകൊണ്ട് തന്നെ നമുക്ക് നടുവേനൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വാൻറ്റേജസിലേക്ക് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഇതിൻ്റെ 139 kg എന്ന് പറയാനുണ്ടെങ്കിൽ അതിൽ തന്നെ എല്ലാം ഇരിക്കുന്നുണ്ട്. ആ ഒരു വെയ്റ്റ്ലെസ്, ഇത്രയും വെയ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ആർക്ക് കയ്യിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിങ്ങനെ ഇട്ട് തട്ടി ഇങ്ങനെ കളിക്കുക എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു വണ്ടിനെ കൊണ്ടു നടക്കാമെന്നുള്ളൂ. ഒരു ഓഫ് റോഡൊക്കെ അടിച്ച് നോക്കണം, എന്താണ് ഓഫ് റോഡ് എന്നൊക്കെ അറിയാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ബൈ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു KLX 130 എന്ന് പറയാനുള്ള ഈ ഒരു വണ്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഈ ഒരു KLXൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെക് ഡീറ്റെയിൽസ് ഇത് ആർക്കൊക്കെ പറ്റിയ വണ്ടിയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി ആർക്കൊക്കെ പറ്റിയതാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വൺസ് അഗെയിൻ ഐ റിപ്പീറ്റ്, ഞാൻ ഒരേ ഒരു കാര്യം പറയുള്ളൂ. അതായത് ഈ ഒരു വണ്ടിക്ക് ഒരൊറ്റ പർപ്പസ് ഉള്ളൂ, ദാറ്റ് ഈസ് ഓഫ് റോഡിങ്. ഓഫ് റോഡ് അടിക്കാൻ വേണ്ടി മാത്രം ഇറക്കിയിട്ടുള്ള ഒരു വണ്ടി നമുക്ക് ഈ ഒരു വണ്ടിനെ നമുക്ക് വിളിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വണ്ടിയിലേക്ക് പോകേണ്ടവർ ഓഫ് റോഡ് തലക്ക് പ്രാന്ത് പിടിച്ച് മൊത്തമായിട്ട് നിൽക്കുന്നവർ മാത്രം ഈ ഒരു വണ്ടിയിലേക്ക് പോവുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ എന്ന് പറയാനുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വേറൊരു വണ്ടിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.